മിഡിൽ ക്ലാസ് ഫാമിലിയായിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എൻ്റെ മോൻ ദേവൻ ശബരിമലയിലേക്ക് ആദ്യമായി പോവുകയാണ്. അപ്പം അതിനായിട്ടുള്ള വീട്ടിലെ ചെറിയ കാര്യങ്ങളും ശബരിമലയിലെ ഒത്തിരി വിശേഷങ്ങളും ഒക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത്. അപ്പം 18 വട്ടം കണ്ടിന്യൂസായി മലയ്ക്ക് പോയ ഒരു പെരിയസ്വാമിയുടെ കയ്യിൽ നിന്ന് ദക്ഷിണയൊക്കെ കൊടുത്ത് കെട്ടൊക്കെ മുറുക്കി ഞങ്ങളും പതുക്കെ ശബരിമലയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ പറയുകയാണ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട്, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ തരാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനും എൻ്റെ അനിയനും കൂടാതെ മോനും കൂടിയാണ് ഇന്ന് മലയ്ക്ക് പോകുന്നത്. അപ്പം അമ്പലത്തിൻ്റെ ചുറ്റും ഒരു പ്രദർശനമൊക്കെ വെച്ച് ദൈവത്തിനെയൊക്കെ തൊഴുത് ഐശ്വര്യമായി കെട്ടും പൊറുക്കി ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് ബുള്ളറ്റിൻ്റെ അടുത്തോട്ട് പോകുന്നെങ്കിലും ഞങ്ങൾ പോകുന്നത് ബസ്സിലായിട്ടോ. ഇത് സ്റ്റാൻഡ് വെച്ചിട്ട് പോകാനായിട്ടുള്ള ഒരു പരിപാടിയിലാണ്. ഹരിപ്പാടൊന്ന് KSRTC ബസ്സിൽ കയറിയപ്പോൾ തന്നെ ദേവൻ കിടന്നുറങ്ങി. ശരണം വിളിയൊക്കെ കുറച്ച് നേരം നീണ്ടു നിന്നു. അതിനുശേഷം എല്ലാവരും പൊതുവെ ഉറക്കത്തിലായിരുന്നു. നല്ല കട്ട മഞ്ഞ കേട്ടോ വെളിയിൽ. പിന്നെ പമ്പയെ ചെന്നിട്ടുള്ള ബാക്കി കാഴ്ചകളാണ് കാണുന്നത്. പമ്പയെ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഇതിൽ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ വരുന്നതിനെ തൊട്ട് കഴിഞ്ഞ വർഷമൊന്നും ഞാൻ വന്നിട്ടില്ല കേട്ടോ. ഇവിടെ വലിയൊരു അയ്യപ്പൻ്റെ ഒരു വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട്. കൂടാതെ ഒത്തിരി പ്രൈവറ്റ് വണ്ടികൾക്ക് ഈ പ്രാവശ്യം നമുക്ക് ഈ പമ്പയിലേക്ക് വരാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. രാത്രിയെന്നില്ല പകലൊന്നുമില്ലാതെ ഇവിടെ തിരക്ക് കണ്ടിന്യൂസ് ആയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വണ്ടി പമ്പയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് തൊട്ട് തന്നെ നല്ല ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് KSRTC ബസ് കൂടാതെ പ്രൈവറ്റ് വാഹനങ്ങൾ കൂടി വന്നപ്പോഴേക്കും അതിലേറെ ബ്ലോക്കുകളായിട്ടുണ്ട് എന്ന് തന്നെ പറയണം. പക്ഷേ അതിലൊക്കെ സമ്മതിച്ചു കൊടുക്കേണ്ടത് ഈ പോലീസുകാരെ കേട്ടോ. പോലീസുകാരെ കറക്റ്റ് ടൈമിൽ പട്ടാന്ന് വണ്ടികൾ നീക്കം ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും. ഉറക്കോ ഊണോ ഇല്ലാതെ അവരവിടെ നിന്ന് ഭയങ്കരമായി ഭയങ്കരമായി കഷ്ടപ്പെട്ട് സ്വാമിമാരെ സഹായിക്കുന്ന ഒരു രീതികളെല്ലാം നമുക്ക് തോന്നും. പക്ഷേ ഇതിനിടയിലും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് കേൾക്കാതെ ഓപ്പോസിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ കൊണ്ടുള്ള ശല്യം ഭയങ്കരമാണെന്നും ഇവർ പറയപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളെ അയ്യപ്പൻ്റെ രൂപത്തിലാണ്, ഞങ്ങളെ നല്ല എല്ലാവരെയും ഭയങ്കരമായ ഒരു സഹായം ഒരു പോലീസുകാരനെ കൂടി പരിചയപ്പെടുത്താനുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ പമ്പയിലെ ഒരു ഒഴുക്ക് കണ്ട് നമ്മളൊന്ന് ആദ്യം ഒന്ന് നിന്നു. കാരണം ഞങ്ങൾ വരുന്നതിന് മുമ്പ് രാവിലെ നല്ല മഴയായിരുന്നു. അപ്പോൾ ആ പമ്പയിലെ ഒഴുക്ക് കണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് നിന്നു. അവിടെ കൂടെ ഒരു സൈഡിലൂടെ മാത്രമേ എൻട്രി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പതുക്കെ പമ്പയിലൊക്കെ ഇറങ്ങി ഒന്ന് കുളിച്ച് സെറ്റായി പതുക്കെ പമ്പയിൽ നിന്ന് കയറി. ആ പമ്പയിലെ പാലം ക്രോസ് ചെയ്യുന്നതിൻ്റെ ആ തിരക്കൂടെ ഞാൻ ഇതിനോടൊപ്പം ഒന്ന് ചേർക്കുവാണ്. കൂടാതെ നമുക്കൊരു ശകലം നേരം വെളുത്തു കഴിഞ്ഞപ്പോഴേക്കും കാട്ടിലെ പന്നികളൊക്കെ വെളിയിൽ ഇറങ്ങി തുടങ്ങി. അവർ ആഹാരം തേടി രാവിലെ ഈ ചെവിടുകളിലും എല്ലാം ഓരോന്ന് കുത്തി നോക്കുന്നുണ്ട് കേട്ടോ. അത് ഈ സ്വാമിമാർ കഴിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതോ അവർ കാട്ടിലുള്ള എന്തോ സാധനങ്ങളൊക്കെ തപ്പിത്തിരിഞ്ഞ് തിന്നുവാണോ എന്തോ. നമ്മുടെ സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്, നമുക്ക് ഉപദ്രവമോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ആ കാടിൻ്റെ സൈഡിൽ നിന്ന് അത് കഴിച്ചിട്ട് പോകുന്നു. നമ്മൾ നമ്മുടെ റൂട്ടിൽ ശരണം വിളിച്ച് നേരെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പക്ഷേ എൻ്റെ മോന് ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. അവന് ഈ പന്നിയൊക്കെ ഇത്ര അടുത്ത് ഇത് കണ്ടപ്പോഴേക്കും പുള്ളിക്കാർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇതെന്താണെന്നൊക്കെ ചോദിച്ച്. അതുകൂടാതെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അതായത് നടയിൽ തൊഴുത് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഒരു മലയണ്ണാൻ ഇത്രയും അടുത്തൊക്കെ ആരെയും പേടിയില്ലാതിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ആദ്യമായിട്ട് കാണും. മലയണ്ണാൻ മാത്രമല്ല, മലയണ്ണാനെ കരിങ്കുഴങ്ങയൊക്കെ ഭയങ്കര പേടിയില്ലാതെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചകളൊക്കെ ഞങ്ങൾ ആദ്യമായാണ് കണ്ടത് കേട്ടോ. കാരണം മലയണ്ണാനാണ് തൊട്ടടുത്ത് നമുക്ക് ഏകദേശം ഒരു കുറച്ച് ദൂരത്തിൽ മാത്രം നിന്നുകൊണ്ട് കണ്ടു. അതിൻ്റെ ഒരു മുഖത്തെ ഈ ഒരു ആക്ഷനൊക്കെ കണ്ടപ്പോഴേക്കും എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ട് അതിൻ്റെ ഉള്ള ഇറിറ്റേഷൻ കൊണ്ട് അത് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ മാറി. പിന്നെ നമ്മൾ കണ്ടത് കരിങ്കുരങ്ങനെ കേട്ടോ. ഇഷ്ടം പോലെ കരിങ്കുരങ്ങൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആഹാരം തട്ടിപ്പറിച്ചുകൊണ്ട് പോവുക അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുക, അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഞങ്ങൾ അവിടെ കണ്ടില്ല കേട്ടോ. അതുങ്ങൾ ആ ഒതയിൽ നിന്ന് കഴിക്കുന്നു, അല്ലെങ്കിൽ അവിടെ വന്നിരുന്നു ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ, അതായത് ഇവിടെ ഇഷ്ടംപോലെ പൈനാപ്പിളും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്, അതൊക്കെ കൊടുത്താൽ കഴിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആരുടെയും കയ്യിൽ നിന്ന് ആഹാരം തട്ടിക്കൊണ്ട് പോലും പരിപാടിയത്തില്ല. എന്നാലും നമ്മൾ വന്യജീവികളാണ്, അതുകൊണ്ട് തന്നെ ഇതിലേക്കൂടെ പോകുമ്പോൾ ആഹാരം ഒന്നും വെച്ചുകൊണ്ട് പോകാതിരിക്കുക. പിന്നെ നമ്മൾ അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഉള്ള മറ്റ് കാഴ്ചയാണ് ഈ കാണുന്നത്. അയ്യപ്പന്മാരുടെ നല്ല തിരക്കാണ്, ഒരു രക്ഷയില്ലാത്ത തിരക്കുണ്ട്. അപ്പം നമ്മൾ ശരണം വിളിച്ച് പതുക്കെ പോകാമെന്നുള്ള ഈ വേലി ചാടിയൊക്കെ അപ്പുറത്തോട്ടൊക്കെ പോയി ഓടി പോകുന്ന കുറേ അയ്യപ്പന്മാരെയൊക്കെ കണ്ട്. പക്ഷേ അതൊക്കെ ഭയങ്കര അപകടമാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തെ സൈഡ് നല്ല കുഴി കാടുമൊക്കെയാണ്. അതുമാത്രമല്ല പോലീസുകാരെ നല്ല പെരുക്കം കിട്ടും.
എന്തായാലും അമ്പലത്തിലൊക്കെ ഒന്ന് തൊഴുത് ഇതെൻ്റെ അനിയനാണ്, അനിയൻ്റെ കൂടെ മോൻ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ആ ഒരു നല്ല അതുകൂടാതെ നല്ല കട്ട മഞ്ഞുമായിരുന്നു കേട്ടോ, നല്ല മഞ്ഞെന്ന് വെച്ചാൽ നല്ല മഞ്ഞ്. എന്തായാലും ആ മഞ്ഞത്ത് ഓടി കയറിയോണ്ട് പെട്ടെന്ന് ക്ഷീണം അറിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. എന്നാലും ക്ഷീണം ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ദേ ഇതുപോലെ ഇരുന്നിരുന്ന് വിശ്രമിച്ച് തലയടക്കമുള്ള എല്ലാം വേർത്ത് നിറഞ്ഞ് നിൽക്കുകയാണ്. എന്തായാലും സ്വാമി ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ആദ്യത്തെ കന്നിമല ആയതുകൊണ്ടാവാം. ഒറ്റയടിക്ക് കയറിപ്പോകാനുള്ളൊരു പ്രശ്നം കൊണ്ട് തന്നെ ദേവമോൻ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സ്ഥലത്തുള്ള വിശ്രമ ആലയങ്ങൾ നോക്കി കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിരുന്നാണ് പോയത്. എന്തായാലും നടപ്പന്തലിലൊക്കെ എത്തിയപ്പോഴേക്കും പുള്ളി നല്ല ആക്റ്റീവായി കേട്ടോ. അപ്പം ഞങ്ങൾ പതുക്കെ അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട പറയാനുള്ളൊരു വിശിഷ്ട വ്യക്തിയുണ്ട്. ദാ ഈ കാണുന്ന മധു സാറ് ഞങ്ങളെന്നല്ല കേട്ടോ, എല്ലാ അയ്യപ്പന്മാരെയും സഹായിക്കാനായിട്ട് അവിടെ മെയിനായിട്ട് നിൽക്കുകയാണ്. ഒത്തിരി പേർക്ക് ഭയങ്കര സഹായമായി തോന്നി, ഞങ്ങൾക്ക് വളരെ സഹായകരമായി തോന്നി. കൂടാതെ മേൽശാന്തിയെ വരെ കണ്ട് തൊഴാനുള്ളൊരു അവസരം അദ്ദേഹം ഉണ്ടാക്കി തന്നു. അത് ആദ്യമായിട്ടൊക്കെ ആയിരുന്നു, എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെയൊക്കെ അവസരങ്ങളുണ്ടെന്ന്. എന്തായാലും ഈ സാറിന് തീർച്ചയായും നന്ദി പറയുന്നുണ്ട്. സാറിന് അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഓരോ അയ്യപ്പന്മാരുടെയും പ്രാർത്ഥന സാറിനോടൊപ്പം ഉണ്ടാകുമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ബൈ.